ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമസ്തേ കൊച്ചി. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ചെറിയ കാലത്തെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്നാക്കായിരുന്നു ഈ സംഭവം. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഓ ഗോഡ്, ഞാൻ എന്തൊക്കെ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് വൺ ആൻഡ് ഓൺലി നമ്മുടെ പപ്സ്. ഞാനത് ഹാൻഡ് മെയ്ഡായിട്ട് ഇതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കാൻ നോക്കി, പാളിപ്പോയി. വെറുതെ ശോകം, പബ്സിനോടുള്ളൊരു സ്നേഹം തന്നെ ഇല്ലാണ്ടാക്കിയൊരു സംഭവമാണ്. അപ്പം ഞാൻ വിചാരിച്ചു പേസ്ട്രി ഷീറ്റ്സ് മേടിച്ചിട്ട് പബ്സ് ഉണ്ടാക്കി നോക്കിയാലത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് സൗണ്ട് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ കേൾക്കാൻ പറ്റുമായിരിക്കാം. അത് നിങ്ങൾ എന്താ ക്ഷമിക്കുക, ബിക്കോസ് ഇവിടെ ഖത്തറിൽ അറ്റ് പ്രസൻറ്റ് വോർ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വാർ നടക്കുമ്പോൾ നമ്മൾ പുതിയ പുതിയ ഫുഡ് ഉണ്ടാക്കി ട്രൈ ചെയ്യണം. സോ ഗൈസ്, നമുക്കപ്പോൾ പബ്സ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിലോട്ട് നമുക്ക് പോവാം കേട്ടോ. സോ ഇന്ന് നമസ്തേ കൊച്ചിയിൽ നൊസ്റ്റാൾജിയ പബ്സ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, വാ പാക്കലാം, ഉണ്ടാക്കി നോക്കി സാപ്പിട്ട് നോക്കിയിട്ട് നമുക്ക് റേറ്റിംഗ് കൊടുക്കാം. ബാ. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? നമ്മുടെ പഫ് പേസ്ട്രിയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് സൺബുള്ള പഫ് പേസ്ട്രിയാണ്. എങ്ങനെ വരുമെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ നമുക്ക് ട്രൈ നോക്കാം. സോ നമ്മൾ പഫ് പേസ്ട്രി എടുത്തതിന് ശേഷം അടുത്ത നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? കമോൺ പറയൂ. മുട്ട. അപ്പം മക്കളെ, അടുത്ത നമ്മുടെ താരമാണ് മുട്ട. ഇവനില്ലാതെ മുട്ട പപ്സ് ഉണ്ടാക്കുന്നത് നടക്കത്തില്ല. നിങ്ങൾ ബീഫ് ഇട്ടാലും ചിക്കൻ ഇട്ടാലും മട്ടൻ ഇട്ടാലും എഗ് പപ്സിൻ്റെ അത്രയും വരത്തില്ല മക്കളെ, അത് ഉള്ളതാണ്. സോ എനിക്ക് 2 ബാക്കി എല്ലാവർക്കും ഓരോന്നും. അപ്പം മുട്ട പൊട്ടിപ്പോയി കഴിയാത്ത മതി, ഒരു തട്ടല് മതി ഈ മുട്ടയുടെ ഷേപ്പ് എന്ന് പറയാൻ. സോ ഗൈസ്, അടുത്ത തരവാട് നമ്മുടെ മുട്ട. മക്കളെ, ഇതൊരു ചെറിയ പാൻ എടുത്തിട്ട് ടീപ്പോട്ടാണ് എടുത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് മുട്ട ഇട്ടേക്കാൻ പോണേന്. മുട്ട ഇട്ട് വെച്ചിട്ട് കാര്യമില്ല, വെള്ളം ചേർത്ത് പുഴുങ്ങാൻ വെക്കണം. ചില ആൾക്കാർ ഇതിൽ ഉപ്പിടാറുണ്ട്, ഉപ്പിടുമ്പോൾ ഇതിൻ്റെ കളറ് മാറും. വി ഡോണ്ട് നീഡ് ദാറ്റ്. റൈറ്റ്. നമുക്ക് ഓതൻറ്റിക് നാച്ചുറൽ വേയിൽ മുട്ട പുഴുങ്ങിയിട്ട് പൊട്ടിപ്പോണതിനെല്ലാം ഡാഷാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് പപ്സാക്കി തിന്നാം. സോ ഇതിൽ വെള്ളം നിറച്ച് നമ്മൾ സ്റ്റൗവിലോട്ട് വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ പക്ഷേ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇരിക്കണം. നെക്സ്റ്റ് നമ്മുടെ പപ്സിലോട്ട് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ യു നോ ദാറ്റ് സവോള. ഞാനൊരു 3 സവോള എടുക്കുന്നുണ്ട്. ആൻഡ് ഒരു ഗാർലിക്കിൻ്റെ ഇത് എടുക്കുന്നുണ്ട്. ആൻഡ് കൊഞ്ചം ജിഞ്ചർ. ഓക്കെ, ചില്ലി കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചില്ലി എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ അടുത്ത താരമാണ് നമ്മുടെ ഓണിയൻ, ജിഞ്ചർ, ഗാർലിക്. സോ ഇത് നമ്മൾ ക്ലീനാക്കി വെക്കേണ്ടതാണ്. നീ എന്നാ അങ്ങോട്ട് പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ. ഓക്കെ, ഗരം മസാല, കൊറിയാണ്ടർ, മഞ്ഞപ്പൊടി ആൻഡ് മുളക് പൊടി. ഇതാണ് നമ്മുടെ അടുത്ത താരങ്ങൾ പപ്സിലോട്ട് വേണ്ടത്. സോ ഗൈസ്, നമുക്കൊരു മുട്ട പപ്സ് ഉണ്ടാക്കിയിട്ട് അത് കഴിച്ചിട്ട് അത് സാപ്പിട്ടിട്ട് കഴിച്ചിട്ട് സെയിമാണല്ലേ അത് കഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ റിവ്യൂ പറയാം. സോ ഗൈസ്, ഐ എം വെയിറ്റിംഗ്. നമുക്ക് പോയാലോ പരിപാടിയിലോട്ട്? വാ, കറക്കിക്കൊണ്ടിരുന്ന നടക്കൂല പരിപാടി, വാ. അപ്പോൾ ഗൈസ്, നമ്മുടെ മുട്ടക്കുട്ടൻ വരെ നമ്മളൊന്ന് കഴുകിയിട്ടാണ് എടുത്ത് പുഴുങ്ങാൻ വേണ്ടി വെക്കണത്. കാരണം ഉണ്ട്, മുട്ട കഴുകാണ്ട് വെക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു കാര്യം ആലോചിക്കുക. മുട്ടയിൽ വരുന്ന അണുക്കൾ നമ്മുടെ മുട്ട പുഴുങ്ങുന്ന സമയത്ത് മുട്ട പൊട്ടിയാൽ അതിൻ്റെ ഉള്ളിൽ ചേർന്നതായിരിക്കും. അപ്പം അത് വേണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഉണ്ടാക്കുക. അപ്പം നിങ്ങൾ പറയും, ഈ കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഇങ്ങനെയല്ലല്ലോ മുട്ട പുഴുങ്ങിയത്. അതെ, ഞാനങ്ങനെയല്ല മുട്ട പുഴുങ്ങിയത്.
എന്ന് തൊട്ടാണോ ഞാനിത് അറിഞ്ഞു തുടങ്ങിയത് അന്ന് തൊട്ടാണെന്ന് എനിക്കിത് തുടങ്ങാൻ പറ്റത്തുള്ളൂ. നിങ്ങളെന്തിനിപ്പം അറിയോ? ഇത് ദൃഷ്ടിയൊന്നും ഇല്ലല്ലോ ഓരോ അറിവുകൾ തേടാൻ. സില്ലിയായിപ്പോലെ നമുക്ക് പുഴുങ്ങാൻ വെക്കാം. നമ്മുടെ മുട്ട ഇവിടെ പുഴുങ്ങാൻ വെച്ചിട്ട് നമുക്ക് ഈ സവോള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അറിഞ്ഞെടുക്കാം. കമാ ആ സുന്ദരിയൊന്നും അല്ലെന്ന് എനിക്കറിയാം. സുന്ദരി ആവാൻ വേണ്ടി മറ്റുള്ളവരെ പോലെ കാണിച്ച് പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല മാമ. അതിന്റെ ആവശ്യമുണ്ടോ മാമ? അതിന്റെ ആവശ്യമുണ്ടോ? சொல்லு மாமா. அட்லீஸ்ட் ஓரளவுக்கு நல்ல ட்ரெஸ் நான் சொல்றேன் நார்மலா இப்போ பேண்ட் ஷர்ட்லாம் போட்டுட்டு நார்மலா போட்டு சொல்றேன். എതുക്ക് മാമ വി ആർ ഗിവിംഗ് ക്രൈറ്റീരിയ ഫോർ ടേക്കിംഗ് വീഡിയോസ്? അതെന്തിനാ അങ്ങനത്തെ ഒക്കെ നോംസ്? നല്ല കറക്റ്റാ பண்ணுங்க. കറക്റ്റാ പറഞ്ഞാ കുക്കിംഗ് കറക്റ്റായി ചെയ്താ പോരെ? അപ്പൊ ഇതുപോലെ ഇല്ലാത്ത ആൾക്കാർക്ക് വീഡിയോ എടുക്കണമെന്ന് മുമ്പ് അവർക്ക് എടുക്കാൻ തോന്നുന്നു? ഇല്ലല്ലോ. പാവപ്പെട്ട ആൾക്കാരൊക്കെ മേക്കപ്പ് അടിക്കോ അതോ കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് അടിക്കോ കുക്ക് ചെയ്യാൻ വേണ്ടി? സത്യം. സോ this is a gentleman of your confirm booking with கூட இருந்துட்டு ask them to do it this one. ബാത്റൂമും പിന്നെ ഈ ക്ലീനിങ്ങും മാത്രമേ ഉള്ളൂ. പിന്നെ ചില ആൾക്കാർ ക്ലോത്ത്സ് മടക്കും. ഇവര് ക്ലോത്ത്സ് മടക്കുമെന്ന് എനിക്കറിയില്ല. മടക്കുമെങ്കിൽ മടക്കിപ്പിക്കട്ടെ. ഓവൻ എന്ന് നാച്ചുറൽ വാട്ടർ ബ്ലോക്കസ് പറയും. ഞാൻ ഓവനെ പറയുള്ളൂ. ഞാൻ അവൻ ഇവന്നൊക്കെ വിളിച്ച് കഴിയുമ്പോൾ പറയും ആരടിയാ വരുന്ന ചോദിക്കും. അല്ല മാമ தனியாய் பேசிட்டு இருக்குது. ഓ ഇവിടെ ഒരാള് ബർത്ത്ഡേയുടെ ബലൂൺ പൊട്ടിക്കാൻ വേണ്ടി നടക്കുന്നത്. നമ്മളിങ്ങനെ പിഞ്ചി 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 അരിയുന്നതായിരിക്കും നമ്മുടെ ജിഞ്ചർ. ഗൈസ് നമ്മൾ ഈ ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞിരിക്കുകയാണ്. ഒന്നും കൂടി നമുക്ക് ഇങ്ങനെ അരിയാം. നിങ്ങളൊരു കാര്യം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മനസ്സിലാക്കണം. യൂട്യൂബിൽ പല പല വീഡിയോസ് ഇറങ്ങും. യൂട്യൂബിൽ പല പല ആൾക്കാർ പല പല രീതിയിലുള്ള വീഡിയോസ് ഇടും. ചില കഴിവുള്ള ആൾക്കാർ കഴിവുള്ള രീതിക്കിടും, ചില കഴിവില്ലാത്ത ആൾക്കാർ കഴിവില്ലാത്ത രീതിക്കിടും. രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിൽ നിങ്ങൾ എന്നോട് ഉൾപ്പെടുത്തണം. നമുക്ക് കുക്ക് ചെയ്യാനേ അറിയത്തുള്ളൂ, ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാൻ അറിയത്തില്ല. സോറി. What happened? എൻ്റെ മൈക്ക് നിന്റെ പോയിരിക്കുന്നു ഗൈസ്. മാമ എൻ്റെ മൈക്ക് ഒന്ന് ചാർജ് ചെയ്തിട്ട് വരൂ. എന്നാ ബാബകറി അവളോട് പാസം നിറയെ അടിച്ചപ്പോ അവള് എന്റെ മോളെ ചെക്കേനാണ് എഗ് പപ്സ്. ഇപ്പൊ നമ്മള് ഇഞ്ചി എന്നാ വണ്ടി ബലൂണോ വണ്ട് ബലൂണോ ഞാനിങ്ങനെ എനിക്ക് സമാധാനം തരുമോ കുറച്ച്? ഇങ്ങനെ അതാ അത് വീർപ്പിക്കാൻ പറ്റല്ല. എടി അത് വീർപ്പിച്ച് കഴിയുമ്പോ നിന്റെ അപ്പയുടെ ശരീരത്തിലുള്ള എല്ലാ കാറ്റും പോവും. എന്നാടാ ഇത് ഇവ നീ ഇങ്ങനെയൊക്കെ சொல்றേ? ഒന്ന് പോയി വാച്ചി
മമ്മി സ്വസ്ഥതയോടെ ഒരു വീഡിയോ ഉണ്ടാക്കട്ടെ. നീയൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കാശ് മേടിക്കും യൂട്യൂബിൽ നിന്ന്. സിമ്പിളാ. നമ്മുടെ വീട്ടിലൊക്കെ അത്യാവശ്യം പറ്റത്തില്ല പോ കേട്ടോ. ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ല സംഭവം ഗാർലിക്. ഓക്കെ, ആൾക്കാർ വിചാരിക്കും കുക്കിംഗ് മട്ടും താനുള്ളത്, കുക്കിങ്ങിന് പിന്നാടിയൊന്നുമില്ലെന്ന്. അപ്പടിയല്ല മക്കളെ, കുക്കിംഗ് ഒക്കെ പിന്നാടി ചെയ്യുന്നവർക്കാണ് യഥാർത്ഥമായ കുക്കിംഗ്. വെറുതെ കറിയിട്ട് ഇൻഗ്രീഡിയൻസ് ഇട്ട് ചട്ടിയിലിട്ട് ഇളക്കൽ മാത്രമല്ല കുക്കിംഗ്. കിച്ചൺ എങ്ങനെ നോക്കുന്നു, കിച്ചൺ വൃത്തിയാണോ, പ്ലേറ്റ്സ് എങ്ങനെ ക്ലീൻ ചെയ്യുന്നു, പ്ലേറ്റ്സ് വൃത്തിയാണോ, അതിനുള്ള പ്രിപ്പറേഷൻ, അതെല്ലാം കുക്കിങ്ങിൽ ഉൾപ്പെടുന്നതാണ്. കുക്കിംഗ് ഇഷ്ടമാണെന്ന് പറയും, പക്ഷെ പാത്രങ്ങൾ ഇഷ്ടമല്ല. അതെപ്പടിടാ അപ്പം അതൊന്നും നടക്കത്തില്ല മക്കളെ. സവാള റെഡിയാണ്, ഇഞ്ചിയും വെളുത്തുള്ളിയും റെഡിയാണ്, പച്ചമുളക് ഇടുന്നില്ല, അതിന് വരെ മുളക് പൊടിയാണ് കേട്ടോ, കാശ്മീരി. ദേ ഒരു സ്കൂപ്പ് ടൊമാറ്റോ പേസ്റ്റ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് 1 സ്കൂപ്പ് ഉള്ളി. അപ്പോൾ ഗൈസ് കൊറിയാണ്ടർ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഇലയും ഇപ്പോൾ വാല്യൂ ഉള്ളതാണ്, ബിക്കോസ് വാറാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മക്കളെ. ഇത് എവിടെ വെച്ച് അവസാനിക്കുന്ന ആർക്കും അറിയത്തില്ല. ഫുഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് പ്രഷ്യസ്. എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വെജീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും, മസാല ഐറ്റംസും, യാ സോ ഗൈസ്, ഇതാണ് നമ്മുടെ പപ്സിനുള്ള ഐറ്റംസ്. അപ്പോൾ നമുക്ക് അപ്പോൾ ഗൈസ് ഇതിലോട്ട് ഞാൻ നമ്മുടെ ഉള്ളിലുള്ള സവോളയും കാര്യങ്ങളൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഒഴിക്കുന്നത് ഗീയാണ്. ഗീ ഒഴിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 3 സവാളയില്ലേ, ആ സവാള നന്നായിട്ട് സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം സോർട്ട് ഔട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സാധാരണ എല്ലാവരും ഇടുന്ന പോലെ നമ്മുടെ സോൾട്ട് അപ്പിടേണ്ട ആവശ്യമില്ല. അത് ഞാൻ പറയാം എപ്പോഴാണ് ഇടേണ്ടതെന്ന്, അപ്പം ഇട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പം ഇത് സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷം കുറച്ചും കഴിഞ്ഞിട്ട് ഗാർലിക്കും ജിഞ്ചറും നമ്മൾ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഗാർലിക്കും ജിഞ്ചറും വഴറ്റി എടുക്കുന്ന ആ ടൈമിലാണ് നമ്മൾ സോൾട്ട് ആഡ് ചെയ്യേണ്ടത്, ആ ടൈമിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനോടൊപ്പം ഞാൻ കുറച്ച് ഷുഗറും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ആഡ് ചെയ്യുന്നത്. അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലാത്തവർ കെച്ചപ്പ് എടുക്കുക, കെച്ചപ്പ് ഇല്ലാത്തവർ ടൊമാറ്റോ പേസ്റ്റ് എടുക്കുക, ഇത് രണ്ടും ഇല്ലാത്തവർ തക്കാളി തന്നെ എടുക്കുക. സോ ഗൈസ് ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. സോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നതും പിന്നെ നമ്മുടെ മസാലാസും ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ പെപ്പർ പൗഡറും പിന്നെ ടർമറിക്, കാശ്മീരി ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ഗരം മസാല ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ 2 മുട്ടയും കൂടെ എക്സ്ട്രാ ഒരു റിച്ച്നെസ്സിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. സാധാരണ ഞാനിങ്ങനെ കാണാറില്ല നമ്മുടെ മസാലാസിൻ്റെ ഉള്ളിൽ മുട്ടയുടെ ടേസ്റ്റ്. മുട്ട പപ്സ് ആയതുകൊണ്ടും നമ്മുടെ റിച്ച്നെസ് കൂടാൻ വേണ്ടിയിട്ടും ഞാനിത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സോറി, ഞാൻ ആ സംഭവം മറന്നുപോയി, നമ്മുടെ പുതിനയിലാന്ന് മല്ലിയില ആഡ് ചെയ്തിട്ട് നമ്മളിത് റിച്ച് ആക്കുന്നുണ്ട് ഗൈസ്. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള സാധനം, നമ്മുടെ എഗ് പപ്സിനോട്ട് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് അത്രേ ഉള്ളു സംഭവം, അതോടെ അത് മുടിഞ്ചാച്ചി. അപ്പോൾ ഗൈസ് ഫിനിഷ്ഡ്. ഇവിടെ പൊടിഞ്ഞ വെച്ച മുട്ട ഞാൻ തണുപ്പത്തിലിട്ടുണ്ടായിരുന്നേ, അത് നമുക്കൊന്ന് മാറ്റിയെടുക്കാവേ. എൻ്റെ മുട്ട പൊട്ടിപ്പോയി. നീ ഇളക്കിയപ്പോൾ എൻ്റെ മുട്ട പൊട്ടിയേ.
മുട്ട ഞാൻ 50 ആക്കുന്നുണ്ട് കേട്ടോ. സോറി ഇടക്കണ്ട, ഒരു ആരോഗ്യ പ്രവർത്തനമായി പോയത്. ഓക്കേ, ഗൈസ് എഗ് പപ്സിൻ്റെ പൊക്കത്ത് നമ്മൾ ഷെഡ് ചെയ്യണ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട മീൻസ് പൊട്ടിച്ചിട്ട് ജസ്റ്റ് സ്പ്ലാഷ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യാം. അതിനൊരു മുട്ട ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. മുട്ട പപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ ആകൃതി ഗൈസ് ഒരു ഫോക്ക് എടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബട്ടർ കുറച്ച് ഇതിൻ്റെ ഉള്ള കാരണം കൊണ്ട് ഞാൻ ബട്ടർ ആഡ് ചെയ്യുന്നില്ല. സോ the beat is ready. By meanwhile നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, അത് കഴുകാം. Yeah, baby. പോയിട്ട് വാ മക്കളെ, പൊട്ടി പപ്സായിട്ട് വന്നാൽ മതി. ചുമ്മാ ചൊല്ലിയതല്ലേ കണ്ണാ. മുട്ടിക്കടാ നീ ഇങ്ങനെ വഴക്കിട്ട് എന്റെ വീഡിയോയിൽ ഇടാൻ പറ്റുന്ന രീതിക്ക് നിക്കട്ടാ. കൊല്ലോ കടിച്ചു കൊല്ലോ. ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ 180 തൊട്ട് 200 ഡിഗ്രി സെൽഷ്യസിൽ 20 തൊട്ട് 25 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നമുക്ക് ബേക്ക് ചെയ്യേണ്ടതെന്നാണ് ChatGPT പറഞ്ഞത്. എനിക്ക് എവിടെ നിന്നാണ് ഇത്ര അറിവ്. അപ്പോൾ ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റാണ് ചെയ്യാൻ പോണത്. സോ 180 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. സോ ഗൈസ് നോക്കൂ ഗൈസ്, തുറക്കാം ഗൈസ്. വാവ്, ദാറ്റ് ഈസ് സോ സൂപ്പർ. അപ്പോൾ നമുക്ക് നമ്മുടെ പപ്സ് ചേട്ടന്മാരെ വാങ്ങോ. ബേബി എന്താ അങ്ങനെ അടച്ച് നമ്മൾ ഇനി അലാറം സെറ്റ് ചെയ്യാൻ പോണേണ്. ഓക്കെ മക്കളെ, ഇനി ഇത് വറുത്ത് വന്ന് നമുക്ക് കഴിച്ച് നോക്കാം. ബൈ. അപ്പോൾ ഗൈസ് നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട്. പണ്ടത്തെ പപ്സ് പോലെ ഇരിക്കുമെന്നാവും. ടേസ്റ്റ് ഉണ്ടാവുമെന്ന ഡൗട്ട് പോകുന്നു. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കണ്ടിട്ട്. ചൂടാറട്ടെ കേട്ടാ, എന്നിട്ട് കഴിച്ചു നോക്കാവേ. ചൂടാറട്ടെ, 25 മിനിറ്റ്സ്. അപ്പോൾ ഗൈസ് നമ്മുടെ നമസ്തേ കൊച്ചിയുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഹസ്ബൻഡിനെ നമുക്ക് വിളിക്കാം. മാമ വാങ്ങോ സാപ്പിട്ട് പാറുങ്കോ. അങ്ങനെ നമ്മുടെ കുഞ്ഞു ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള ഇവ മോളെ നമുക്ക് ഇതിലോട്ട് ക്ഷണിക്കാം. ഗിവ് എ റൗണ്ട് അപ്ലോസ്. മാമ ഇടി എൻ്റെ ഫുഡ് മാമ സാപ്പിട്ട് പാറാൻ പോണേണ്.
ഓക്കേ. ചൂടാക്കിയിരുന്നോ കൊഞ്ചം? ഓക്കെ. Wait. അയ്യോ ഉണക്കെ. മാമ വെയിറ്റ്. ഓക്കേ. ആഹാ. ആ. குட் ஆக்சுவலி நல்லா இருக்கு லுக்ஸ் வைஸ் ஓகே. நல்ல பாயிலா இருக்கு. கிறிஸ்பியா இருக்கு டிங்கனா பார்க்கிறதுக்கு. ஆஹா. ஓகே. ஓகே. കളിക്കേ. குட் வெரி குட். நல்லா இருக்கு டேஸ்டா. ஆஹா. கிறிஸ்பியா இருக்கு டேஸ்டா இருக்கு லைக் ஷாப்ல வாங்குறோம்ல ரெகுலர் பப்ஸ் சேம் ஃப்ளேவர் தான் இருக்கு நோ சேஞ்ச் குட். ரெடி உனக்கு சரி മോള് കഴിച്ചേക്കേ. கொஞ்சம் இருக்கு എഗ് പപ്സ് ആടാ. കൊള്ളാവോ? കൊള്ളാം. ഓക്കെ വെരി ഗുഡ്. കടലുണ്ട്. அப்படியே கிடைக்கும். ചൂടുണ്ട്. ഊതി കഴിക്കേ. സൈഡ് ഇത് മുട്ട എടുക്ക് ഇപ്പോ വിളുന്നിരാതെ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇവ. കടയിൽ തുടങ്ങിയ പപ്സ് അല്ലേ മാമ. അപ്പോൾ ഗൈസ് നമ്മുടെ പപ്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ പഫ് പേസ്ട്രി റെഡിമെയ്ഡ് മേടിച്ച് ചെയ്താലും പപ്സ് പൊളിയായിരിക്കും. സോ സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും നമസ്തേ കൊച്ചിന്ന് ബൈ എടുത്തേ. നമസ്തേ കൊച്ചിന്ന് ബൈ എടുക്ക്. ബൈ പറ. ബൈ. എപ്പിസോഡ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പപ്സ്. കൈവിട്.